ഹലോ ഓൾ, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി പ്രഷർ കുക്കർ ബിരിയാണിയാണ്. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതോടൊപ്പം ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 അവർ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇനി വേണ്ടത് നെയ്യ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഞാനിവിടെ 4 എണ്ണം എടുത്തു, ഒരു 2 തക്കാളി, ആവശ്യത്തിന് മല്ലിയില, ഒരു 2.5 സബോള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഓപ്ഷണലാണ്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടായി വന്നു കഴിയുമ്പം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 സബോളയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബസ്മതി റൈസും 2.5 കപ്പാണ്. 2.5 കപ്പ് ബസ്മതി റൈസിന് 2.5 സബോളയാണ് എടുത്തിരിക്കുന്നത്. നന്നായി വഴറ്റി കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രൗൺ നിറം ആകുന്നിടം വരെ നമ്മളിത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ സബോളയുടെ കളറൊക്കെ മാറി. ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, ഈ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഞാനിവിടെ 2 തക്കാളിയാണ് ഇടുന്നത്. തക്കാളി ഒന്ന് ഉടയുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ല ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഓൾറെഡി എല്ലാ മസാലകളും ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സവോളയുടെ ഒരു പേസ്റ്റിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് നമ്മളിതുപോലെ 3-4 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ചെറുതായിട്ട് അതൊന്ന് കുക്ക് ചെയ്യുന്നിടം വരെ. അപ്പം ഒരു 3 മിനിറ്റൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓൾറെഡി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ളം ഇറങ്ങും. ഇനി അതിന് ശേഷം ഞാനിതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 2.5 കപ്പ് ജീര റൈസാണ് എടുക്കുന്നത്. അപ്പം ആ ഒരു കൺസിസ്റ്റൻസിക്ക് 2.5 കപ്പ് വെള്ളമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് നല്ലപോലെ ഈ മിക്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓർക്കുക, ഇതെപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില വിതറി കൊടുക്കുകയാണ്. 1 കപ്പ് മല്ലിയിലയായിരുന്നു എടുത്തിരുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന ജീര റൈസ് 2.5 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഈ വെള്ളത്തിൽ അതൊന്ന് നികന്ന് കിടക്കുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. അധികം ഇത് അരി ഇട്ടതിന് ശേഷം അധികം ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലൊന്ന് അലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് വേവിക്കേണ്ടതാണ്. അതിനായിട്ട് നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. ഇനി കറക്റ്റ് 1 വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക. പ്രഷർ വിട്ടതിന് ശേഷം നമുക്ക് ഈ കുക്കർ തുറന്ന് നോക്കാവുന്നതാണ്. നമ്മുടെ റൈസ് ബിരിയാണി റെഡി ആയിരിക്കുന്നു.